എന്നെ മനസ്സിലായോ? പിന്നെ നിങ്ങൾ ആർക്കും അറിയാത്ത നല്ലൊരു കയ്യടി തന്നെ. അതാണ് ഇതെന്താ നടന്നു വന്നേ? എന്താ നടന്നു വന്നേ? സാധാരണ പറന്നിട്ടില്ലേ വരാറ്? സാധാരണ പറഞ്ഞാണ് വരുന്നത്. ഞാൻ മേളികൂടെ പറന്നിട്ട് വേണം വല്ല വവ്വാലും വന്ന് എന്റെ നെഞ്ചത്ത് കടിച്ചിട്ട് എനിക്ക് നിപ്പാപ്പനി ഉണ്ടാവാൻ. ആ ഉപ്പാപ്പന് പനിയല്ല. ഒന്നാമത് ഈ പനി എവിടെ നിന്ന് വന്നേക്കണെന്ന് ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മേളിക്കടെ പോകുമ്പോ ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ രവനത് പരത്തിയെന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ഒരു ചീത്തപ്പേര്. അതുകൊണ്ടാണ് ഞാൻ ഓട്ടോയിൽ വന്നിട്ട് നടന്നു പോകുന്നത്. ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഈ സൂപ്പർ ഹീറോസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? പിന്നെ ആരെയൊക്കെ ഇഷ്ടം? അതിപ്പോ സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ നമ്മുടെ ബാറ്റ്മാനെ ഇഷ്ടമാണ്, സൂപ്പർമാനെ ഇഷ്ടമാണ്, ശക്തിമാനെ ഇഷ്ടമാണ്, ഹോളോമാനെ ഇഷ്ടമാണ്. എന്റെ പൊന്നെ, ഇതെല്ലാം എന്റെ ഇന്റിമേറ്റ് കൂട്ടുകാരല്ലേ? ഒരു ഹോളോമാന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ പുള്ളി ഇപ്പൊ കാണാനില്ല. എവിടെയത് പുള്ളി? ഇപ്പൊ പഴയതുപോലെ വർക്കില്ല. ഈ ഹോളോമാൻ ഇപ്പൊ ഹോളോബ്രിക്സിന്റെ പരിപാടിയാണ്. ശക്തിമാനും സൂപ്പർമാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ശക്തിമാനും സൂപ്പർമാനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമോ? അറിയില്ല. നല്ലൊരു ചോദ്യമാണ് കുട്ടി ചോദിച്ചത്. ഈ ശക്തിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ശക്തി കാണിക്കും ആരുടെ അടുത്തും. അപ്പൊ ഈ സൂപ്പർമാൻ സൂപ്പർ കാണിക്കില്ലേ? അല്ലേ, സൂപ്പർമാൻ സൂപ്പർ കാണിക്കില്ല, പിന്നെ ജെട്ടി കാണിക്കും. അപ്പൊ സുഖമാണ് പുള്ളിക്ക്, നല്ല സുഖമാണ്. ചട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നാൽ മതിയല്ലോ. പിന്നെ എന്ത് സുഖം? നമ്മൾ ഉദ്ദേശിക്കും ഇവർക്ക് ഭയങ്കര സുഖമാണ്, പക്ഷെ ഭയങ്കര കഷ്ടപ്പെട്ട ജീവിതം. ചില സമയത്ത് ഭയങ്കര ടെൻഷൻ, പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ ഭയങ്കര വിഷമമാണ്. കാരണം ഇവര് ഈ ജെട്ടി ഇട്ടുകൊണ്ട് ഇങ്ങനെ പറന്ന് കിടക്കുമല്ലേ, മൊത്തം മഴയല്ലേ, നനയും. എപ്പോഴും ഉണങ്ങാൻ പറ്റുമോ? ഉണങ്ങാൻ പറ്റില്ല. തന്നെ ഇവരുടെ ഒരു പേഴ്സില്ല, പോക്കറ്റിൽ ഇതൊന്നുമില്ല. പക്ഷെ മായാവി അങ്ങനെയല്ല കേട്ടോ. മായാവി ബുദ്ധിയുള്ളവനാ. പുള്ളിയുടെ വീട്ടിൽ ചൂടൻ ദോശക്കല്ലുണ്ട്. അതിനകത്തിട്ട് മറിച്ചിട്ട് പിടിച്ചോണ്ട് ഉണക്കും. കണ്ടിട്ടില്ലേ ഈ മായാവിയുടെ ജെട്ടി കരിഞ്ഞായിരിക്കണേ? അതിപ്പോ ഈ ഇവർക്കൊക്കെ ഈ ഇതുള്ള ഈ ഡ്രസ്സൊക്കെ മാറ്റി ലുങ്കി ആക്കിയ പോരെ? ലുങ്കി ആക്കിയാലും അവര് നിലത്തോടെ അല്ലേ നടക്കണേ, നമ്മുടെ മേളിക്കടെ തലയുടെ മേളിക്കടെ പറന്നല്ലേ പോണം. അപ്പൊ ശരിയാവൂല. അതെ, നിങ്ങളൊക്കെ ഈ ആപത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുന്ന ആൾക്കാരല്ലേ? എന്റെ പൊന്നെ, എത്ര പേരെ രക്ഷപ്പെടുത്തിട്ടത്. പഴയതുപോലെ ഇപ്പൊ രക്ഷപ്പെടുത്തലൊക്കെ ഉണ്ടോ? ഇല്ല, പഴയതുപോലെ ഞാനിപ്പോ രക്ഷപ്പെടത്തിലില്ല. അതൊരു ഭയങ്കര ദുഃഖകരമായ ഒരു വാർത്ത, ഒരു സംഭവം ഉണ്ടായി. പണ്ടൊരു ദിവസം ഞാനിങ്ങനെ പറന്ന് മേളികളെ ചീറി പഞ്ഞ് നൂറിലങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോ ഞാൻ താഴേക്ക് നോക്കുമ്പോ ഒരു പെൺകൊച്ച്, ഒരു സ്ത്രീ വെള്ളത്തിൽ മുങ്ങി ചാവ് നോക്കണു. ഞാൻ നേരെ ഈ പൊന്മാൻ മീനെ പിടിക്കാൻ ഞാൻ ഒരു ഊളയിട്ടങ്ങ് ഇരുന്നു. ഊളയല്ലോ, ഊളി ഇടുക എന്നല്ലേ ഇട്ടത് ഞാനല്ലേ, അപ്പൊ സാധനം ഊളയായല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഊളയിട്ടങ്ങ് ചെന്ന് ഈ പെണ്ണിനെ ഇങ്ങനെ വാരി കോരി എടുത്ത് കരയിലിട്ട് വെച്ചൊരു ഒറ്റ ഫ്രഞ്ച് ജ്യൂസ് അല്ല, കൃത്രിമശ്വാസം കൊടുത്ത് ഇങ്ങനെ സുഖിച്ചല്ല കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ മൂർഖം പാമ്പിനെയൊക്കെ തല്ലിക്കൊല്ലൂലേ, അതുപോലെ 3-4 പേര് കവളമടലിന് എന്നെ അങ്ങ് അടിക്കു വന്നേ. രക്ഷപ്പെടുത്തി ഇങ്ങനെ അടിക്കുന്നതിനാണ്. എനിക്ക് പിന്നീടല്ലേ എനിക്ക് മനസ്സിലായി ഈ പെൺകൊച്ച് മുങ്ങി ചാവുമല്ലായിരുന്നു, നമ്മള് കക്ക വാരിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട്. അത് പിന്നെ ഞാൻ ഈ പരിപാടി നിർത്തി. അത് പിന്നെ ഞാൻ പിന്നെ ആരും രക്ഷപ്പെടുത്തില്ല. പരിപാടി നിർത്തി. പരിപാടി പിന്നെ ഇപ്പൊ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാനിപ്പോ സമ്മതിക്കാട് ഇവിടെ ഹൗസ് പെയിന്റിങ്ങിന് പോവാ. ഹൗസ് പെയിന്റിങ്ങിന് അതൊക്കെ പാടല്ലേ? എനിക്കൊരു പാടുമില്ലല്ലോ. എനിക്ക് കയറ് വേണ്ട, കോണി വേണ്ട, ഒന്നും വേണ്ട. കാരണം ഞാൻ പറന്നടിക്കും, ഞാൻ ഫ്ലാറ്റിലൊക്കെ പറന്ന് നിന്നടിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചില സമയത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഈ പെയിന്റ് താഴെ പോകുമ്പോ സമുദ്ര മേളിലേക്ക് നോക്കി പറയടാ, 8 കാലിക്ക് ഉണ്ടായവനെ നീ ഇറങ്ങി വേണ്ട, 4 ഇഞ്ചിന്റെ ബ്രഷിന് ഞാൻ തല്ലുന്നു. അങ്ങനെ പറയുമ്പോ ചെറിയൊരു വിഷമം ഉണ്ടാവും, മനോവേദന ഉണ്ടാവും. അല്ലാതെ പ്രത്യേകിച്ച് വിഷമമൊന്നും ഉണ്ടാവാറില്ല. എന്തിനൊക്കെയാണ് സാധാരണ പെയിന്റ് ചെയ്യുന്നത്? ഞാൻ സാധാരണ പെയിന്റ് അടിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫ്ലാറ്റുകൾക്ക് പെയിന്റ് അടിക്കും, പിന്നെ ഞാൻ ട്രെയിനിന് പെയിന്റ് അടിക്കും, ഫ്ലൈറ്റിന് പെയിന്റ് അടിക്കും. അതെങ്ങനെയാണ് ഫ്ലൈറ്റിന് പെയിന്റ് ചെയ്യുന്നത്? ഫ്ലൈറ്റിന് പെയിന്റ് അടിക്കുന്നത് എല്ലാവരും പെയിന്റ് അടിക്കാൻ നിലത്തിട്ടല്ല പെയിന്റ് അടിക്കണം. ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പറന്ന് പൊങ്ങി മുകളിലൊരു പൊട്ട് പോലെ വരൂലേ, അപ്പൊ ഈ 1 ഇഞ്ചിന്റെ ബ്രഷ് ഇങ്ങനെ പെയിന്റിൽ നോക്കി ഒരു കുത്ത്. ട്രെയിന് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞാൽ ജയന്തി ജനതയൊക്കെ അങ്ങോട്ട് പോയേക്കുമായിരിക്കേ. അപ്പൊ ഞാനൊരു 10 ഇഞ്ചിന്റെ ബ്രഷ് ഇങ്ങനെ പെയിന്റിൽ മുക്കി ജയന്തി ജനത സൈഡിലേക്ക് പിടിച്ചു വെച്ചേക്കും, അടിയിലേക്ക് പിടിക്കും. അപ്പൊ ഒരു സൈഡ് അങ്ങ് ഓക്കെ ആവും. അപ്പൊ ഇങ്ങനെ ജയന്തി ജനത പിന്നെ തിരിച്ചു വരാൻ ഞാൻ വീണ്ടും അപ്പുറം കടന്ന് നിൽക്കും, പെയിന്റിൽ മുക്കും, ഇങ്ങനെ പിടിക്കും. നമ്മുടെ അടുത്ത് വരുമ്പോ വലിയ കെട്ടിടങ്ങളില്ലേ, അതെങ്ങനെ പെയിന്റ് അടിക്കും? അത് ഞാൻ പറഞ്ഞടിക്കും. ആണല്ലേ? അപ്പൊ ഈ ട്രെയിനിന്റെ മുകൾ വശം അടിക്കുന്നത് എങ്ങനെയാണ്? ട്രെയിനിന്റെ ഈ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ലൈൻ കമ്പി, അതിന്റെ അവിടെ ഇങ്ങനെ കവച്ച് നിന്നിട്ട് ഇങ്ങനെ 10 ഇഞ്ചിന്റെ ഈ പൈസ കറക്റ്റ് കിട്ടും? ഇതൊക്കെ ചെയ്ത് പൈസ കറക്റ്റ് കിട്ടില്ല. ഈ എന്നെ പെയിന്റ് അടിച്ചിട്ട് പോയിട്ട് എനിക്ക് ഞാൻ നോക്കിയപ്പോ എന്റെ കോൺട്രാക്ടർ അതിനകത്തിരുന്ന് കൈ കാണിക്കണം, നീ നശിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ മഞ്ഞ പെയിന്റ് മുക്കി വെച്ച
ഒരു ഒറ്റ ഗുണം, നീ ഗുണം പിടിക്കില്ല എന്ന് കണ്ടിട്ടില്ലേ? ഈ ട്രെയിനിന്റെ ഒക്കെ ബാക്കിൽ ഇങ്ങനെ ഒരു ഗുണന ചിഹ്നം, ആ സാധനം അതാ. ഓ, അവര് ഗുണം പിടിക്കരുത് എന്നുള്ള ചിഹ്നമാണ്. ഞാനങ്ങ് ഇട്ടതാണ് അത്. അതിപ്പോ എല്ലാ ട്രെയിനും അങ്ങനെ അത്. എന്തായാലും സ്പൈഡർമാനെ കണ്ടപ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് പറക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പറക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഞങ്ങൾക്കുണ്ട്. പറപ്പിക്കോ? എന്റെ പൊന്നെ വാന്ന് ഞാൻ പറപ്പിക്കാം. ആണോ? പിന്നെ വെറുതെ വന്നാ മതി. ശരി. ഞാൻ ഇതുപോലെ എത്ര പേരെ പറപ്പിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാവരെയും വെച്ച് പറക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ട്രിപ്പ് അടിക്കാം. ട്രിപ്പ് അടിക്കാം. അപ്പൊ അതിന് ചെറിയൊരു പേയ്മെന്റ് ഒക്കെ മേടിച്ചിട്ട് ഞാൻ ട്രിപ്പ് ചെയ്യാറില്ല. പേയ്മെന്റ് ഒക്കെ ഞാൻ കൊടുക്കാം. നമുക്കൊന്ന് പറഞ്ഞാൽ മതി. അതെ, എന്നാ പേയ്മെന്റ് ഇതൊക്കെ നിസ്സാര വരുന്നപ്പോ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ കണ്ണൊക്കെ തെറിപ്പിച്ചാൽ ഞാൻ. ഓ, പൈസ ആണോ? അത് എത്ര എണ്ണി നോക്കണ്ടല്ലോ. അത് നമ്മുടെ സന്തോഷമല്ലേ. ഓ ശരി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഇറങ്ങി നേരെ സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ കൂടെ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന്റെ മേളിൽ കൂടെ പോകണ്ട. അങ്ങോട്ടൊക്കെ പോയി എപ്പോഴും ലാത്തി ചാർജ് വെടിവെപ്പല്ലേ. നമ്മൾ പറക്കണ സമയത്ത് ഈ പോലീസുകാർ മേളിലേക്ക് വെടിവെക്കണമെങ്കിൽ നമ്മുടെ പൂക്കളുടെ എണ്ണം കൂടില്ലേ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് നേരെ എറണാകുളത്തോട്ട് പറക്കാം. എങ്ങനെയും പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മതി. അപ്പൊ ഓക്കെ, എല്ലാവരും കണ്ണടച്ച് പിടിച്ചോ. എല്ലാവരും കണ്ണടച്ച് പിടിച്ചോ. പിന്നെ വേറെ സംഭവം, ഇത് അത് മാപ്പാ. അത് മാപ്പോ? ഞാൻ മേളിൽ ചെല്ലുമ്പോ ഇഷ്ടം പോലെ ഇങ്ങനെ മേഘങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനങ്ങനെ ഈ പള്ളിപ്പെരുന്നാൾ പിള്ളേര് വഴിതെറ്റി പോണവർ ഈ മേഘത്തിന്റെ ഇടയിൽ വഴിതെറ്റി പോയാൽ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നാട്ടിലെത്തണ്ടേ? തിരിച്ചു വരാം വേണ്ടേ? അപ്പോ ഈ സംഭവം അല്ല, കണ്ണടച്ചു പിടിച്ചോ. 10 വരെ എണ്ണുക. എണ്ണീട്ട് അപ്പോഴത്തേക്കും പറക്കാൻ സൗകര്യമാകും. അപ്പൊ നമുക്ക് ഒന്നിച്ച് തന്നെ പറക്കാൻ പറ്റും. തന്നെ പറക്കാം. കൈ നീട്ടി പിടിക്കണം. വേണ്ട, തന്നെ പറഞ്ഞോളൂ. തന്നെ പറഞ്ഞോളൂ. അതിനുള്ള എല്ലാ വകുപ്പും ഞാൻ അപ്പോഴത്തേക്ക് ഇണക്കാം. ശരി കേട്ടോ? കണ്ണടച്ച് പിടിക്കുക. 10 വരെ എണ്ണുക. ഓക്കെ ഓക്കെ, ശരി. എല്ലാരും കണ്ണടച്ചോളൂ കേട്ടോ. ഞങ്ങൾ പറക്കാൻ പോണ. ഓക്കെ, എണ്ണിക്കും. 1 2 3 4 5 6 7 8 9 ഇപ്പൊ പറക്കും 10. കണ്ണു തുറക്ക. എവിടാ ഇവിടെ ആളെന്ത്? എവിടെ പോയി? പറക്കാൻ പറ്റും. ഇവിടെ സ്പൈഡർമാൻ എവിടെ? ചോദിച്ചത് പുള്ളി ചിലപ്പോൾ മേഘത്തിനിടയ്ക്ക് നമ്മളെ വെയിറ്റ് ചെയ്യായിരിക്കും. ചിലപ്പോൾ ഞാൻ ഈ മാപ്പ് ഇട്ട് നോക്കാം. മാപ്പിൽ എന്തോ. പ്രിയപ്പെട്ടവരെ, മാപ്പ്. സ്പൈഡർമാൻ എഴുതുന്ന കത്ത്. പഴയതുപോലെ എൻ്റെ കയ്യിലെ പശ വർക്ക് ചെയ്യാത്തതിനാൽ പണിയൊന്നും നടക്കാറില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പറക്കാൻ മേടിച്ച കാശ് ദാരിദ്ര്യം കൊണ്ട് വീട്ടു ചെലവിനായി ഞാൻ എടുക്കുന്നു. എന്നെ ആരും അന്വേഷിക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം സ്പൈഡർമാൻ. സിനി ആർട്ടിസ്റ്റ്, മോഡലിംഗ്, ആഡ് ഫിലിം ആൻഡ് ഹൗസ് പെയിന്റിംഗ്. നമ്മുടെ പൈസ ആയിട്ട് സ്പൈഡർമാൻ മുങ്ങി. അപ്പൊ നമ്മളവിടെ ആരായി? ഡോബർമാൻ. ചുമ്മാ പൈസ എടുത്ത് കൊടുക്കാൻ നിന്നോട് പറഞ്ഞായിരുന്നോ? അല്ലേ, പറക്കുന്ന ഉദ്ദേശിച്ചപ്പോ അത്യാഗ്രഹം നല്ലതല്ല ഒരിക്കലും. എന്തായാലും നമുക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. പൈസ പോയിട്ട് തന്നെയാണല്ലോ.